കാണുന്ന ആളുകളൊക്കെ ദിലീപിനെ കാണുവാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്ന പല കാറ്റഗറിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നമ്മളെ ദിലീപ് ഏട്ടനെ കണ്ടിരിക്കുകയാണ്. നമ്മളെ കണ്ടു എന്നുള്ളത് ഡൗട്ടാണ്. We are introducing new guest. കൊച്ചി. This is റജിലാൽ, റജി ബൈ ഫ്രം കൊടുവള്ളി താമരശ്ശേരി. ജാക്മി വഴുത്ത ചക്ക എയർ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഓരോ സ്പൂൺ ഇടിന്റെ ബദല് ആ പാത്രം മൊത്തമായിട്ട് ഇവിടെ വെക്കാൻ പറ്റുമോ? ചേട്ടൻ ലേശം ചോറിടും ഒരു കുട്ടി കഴിക്കാൻ. ഓണത്തിന് മുന്നേ ആദ്യത്തെ അതില്ലേ ഹോട്ടലിലേക്ക് ഇടകിയാണ്. ദിസ് ഈസ് ദ ഹോട്ടൽ ബുക്ക്ഡ് ബൈ റജി ബൈ ക്രൗൺ പ്ലാസ, 12th ഫ്ലോറിലോ. അപ്പൊ കോയാമു ഇവിടെ നിന്ന് കുളിച്ചാണെങ്കിൽ ആ കുളിസി നമുക്ക് ഇവിടെ കിടന്നോണ്ട് കാണാം. 1 2 3 അടുത്ത പുട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഷെഫ് റൈനോൾഡ് മാത്യു വീണ്ടും വിളിച്ചിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ആണ് ചക്ക. നമ്മൾ തൃശ്ശൂർ എത്തിയതാണ്. നമ്മൾ കൊച്ചി വരെ പോകണം. തൃശ്ശൂർ നവ്യ ബേക്സിൽ വർഷത്തിൽ 312 ദിവസവും കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് ചക്ക. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. We are introducing new guest. റജിലാൽ. ജാക്മി. നവീന് മാത്രല്ല വേറെ കിട്ടിയത് കേട്ടോ. ജാക്മിന്റെ ചക്ക, വഴുത്ത ചക്ക എയർ ഫ്രൈ ചെയ്ത് സൂപ്പർ സാധനം. മലപ്പുറത്താണ് പ്രൊഡക്ഷനൊക്കെ അധികം കാണുന്നുണ്ട്. അതാണ് നന്ദി എസ്റ്റേറ്റ് മലപ്പുറം. സൂപ്പർ സാധനം. മസ്റ്റ് ട്രൈ ചെയ്യണ്ട. ഇത് മറ്റേ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. അറബിയിലൊക്കെ നെയ്ത്തത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് നവ്യ. ഇതാണ് നവ്യ, തൃശ്ശൂര്. അവിടെയാണ് ഈ പറഞ്ഞ സാധനം. ഇത് ഓലൻ നമ്മളൊരു സുഹൃത്തിൻ്റെ ആണ്. അപ്പോൾ ഇന്നത്തെ യാത്ര കൊച്ചി. ദിസ് ഈസ് റജിലാൽ, റജി ബൈ ഫ്രം കൊടുവള്ളി താമരശ്ശേരി. ഇന്ന് കൊച്ചിയിലേക്ക് പോകുന്നു. അവിടെ സ്റ്റേ അടിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. അതിന്റെ മുന്നേ നമുക്ക് ഇന്നൊരു സർപ്രൈസ് സംഗതി. സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്നൊരു സെലിബ്രേഷൻ നമ്മൾ കാണും. അപ്പൊ അവിടെ പോവാണ്. ഓണം റിലേറ്റഡ് ആയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോളേ നമ്മൾ തൃശ്ശൂര് ഏകദേശം എന്താ ഹൈവേക്ക് എത്താനായിട്ടാ. അപ്പൊ കാര്യങ്ങള് പറയാൻ സമയം കിട്ടിയ രാവിലെ ഇറങ്ങിയതുകൊണ്ട്. പിന്നെ കൊച്ചി പോവാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേപുട്ടിലാണ് ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മഹാനടനായ മലയാള സിനിമയിലെ തിളങ്ങുന്ന സ്റ്റാർ ദിലീപേട്ടന്റെ ദേപുട്ട്. അപ്പൊ ദിലീപേട്ടനെ കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും കൺഫേം ആയിട്ടില്ല. ഏതായാലും വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പ്രിയങ്കരനായ ഷെഫാണ് അവിടുത്തെ ആളിനോട് ഇപ്പൊ കൺട്രോൾ ചെയ്യണത്, റൈനോൾഡ് മാത്യു. അപ്പൊ അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതാണ്ട് ഇറങ്ങിയതാണ്. ഇതാണ് റജീബായ്. അപ്പൊ റജീബായ് മൂപ്പരോട് കൊച്ചി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മൂപ്പര് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ കുറെ കാലം ആഗ്രഹം. മൂപ്പര് ഖത്തർ, ബഹ്റൈൻ അങ്ങനെ ആൾ ഇന്റർനാഷണൽ ലെവലില് ട്രിപ്പ് പോണ് ഇന്റർനാഷണൽ ട്രിപ്പറാണ്, ട്രിപ്പിംഗ് ഗായി ആണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത് ആവേശത്തില് അവിടെ നിന്ന് ക്രൗൺ പ്ലാസ ഒക്കെ ബുക്ക് ചെയ്തിക്കണം. നമുക്ക് അടിച്ചു പൊളിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഏതായാലും പോവല്ലേ. അപ്പൊ എന്നാ കൊച്ചി എക്സ്പ്ലോറിങ്ങും പറ്റുവെച്ചാൽ ദേപുട്ടിന്ന് കുറച്ച് പുട്ടും ദിലീപായിനെ കണ്ടിട്ട് വരാം. ആദ്യം ഇല്ല എന്ന് പറഞ്ഞ കോയാമു വരെ റൂം ബുക്ക് ചെയ്തിക്കണെന്ന് പറഞ്ഞേക്കാന് പെട്ടെന്ന് കണ്ട് പ്ലാനൊക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഞാനും വരാം. ഇനിയിപ്പൊ നിങ്ങൾ ഒറ്റക്ക് പോയി സങ്കടം ആവണ്ടെന്നുള്ള എന്തേന്ന് നീപ്പിച്ചില്ലറിയോ. ചൊവ്വാഴ്ച എനിക്ക് പറ്റൂല, ചൊവ്വാഴ്ച എനിക്ക് ബിസിയാണ്. അപ്പൊ ഏതായാലും പോയോക്കട്ടെ, കാണുമില്ല എന്നുള്ളതൊക്കെ അവിടെ എത്തിയാലേ അറിയുള്ളൂ. ശുഭപ്രതീക്ഷയോടെ ഞങ്ങളിതാ കൊച്ചി ആൾമോസ്റ്റ് എത്തി. 11:15 സമയം 11:15. 2 പൊറോട്ട ഒന്ന് കണ്ട് നോക്കിയാണ് ബോധമില്ലാതെ കിടന്നുറങ്ങണ. വിശക്കുണ്ടല്ലോ എനിക്ക്, വിശന്നിട്ട് കിടന്നാണല്ലോ. ഇതാക്കണ് ദേപുട്ട്. അതാ കാണണ് ദേപുട്ട്. എൻജോയ് യുവർ പുട്ട്. നമ്മളെ ദിലീപേട്ടനെ അവിടെ നിൽക്കണേ ലൈമല് സ്റ്റിക്കർമല് ദേപുട്ട്. ഇറങ്ങല്ലേ. എക്സൈറ്റഡ് ആണ്. എന്താവുന്നൊന്നും അറിയില്ല. ഷെഫ് എത്തിയിട്ടില്ല. 12 മണി 12:30 ആവും മൂപ്പരെത്താറ്. അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ 2 മണിയാണ്. അതുകൊണ്ട് ഈ റോഡ് നേരെ പോയ ഹോട്ടലിലെത്തും. എന്തായാലും ഇറങ്ങി നോക്കട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്. നമ്മൾ കേറിക്കണട്ടാ. ഇവിടെ ആൾറെഡി വേറെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ഓണം റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഷൂട്ടുകളൊന്നും ഉണ്ടാവും. നമുക്കുള്ള സുലൈമാനി തോന്നുന്നു ആണേക്കായി
ശുക്രിയ, ബഹുത് ശുക്രിയ സുലൈമാനി. ചൂടുണ്ട്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ സുതാര്യമായ നിമിഷങ്ങൾ. എല്ലാവരും കട്ടൻ ചായ അടിച്ച് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഷെഫ് എത്താണ്ട്. ആദ്യം ഷെഫ് റൈനോൾഡ് മാത്യു വരണം, എന്നിട്ട് ബാക്കി പ്ലാനുകൾ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കാണുന്ന മുടി പിന്നോട്ട് കെട്ടിയിരിക്കുന്ന മനുഷ്യനാണ് ഷെഫ് റൈനോൾഡ് മാത്യു. കാണുന്നില്ലേ? വരും. അതാണ് നമ്മുടെ ചങ്ക്. വരൂ വരൂ. നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് പറയണ്ട. ഞാൻ മലപ്പുറം കോട്ടക്കൽ. ഷിബിൻ ഷെഫ് ഇവിടെ ഉണ്ടല്ലോ, ഷൂട്ട് ഉണ്ടായിരുന്നു. സൂര്യ ടിവിയും മയൽമിനാരം ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കയറിയിരുന്നു ഓലല് വെറുതെ ഒന്ന്. കുട്ടോ സ്റ്റാർട്ടറായിട്ട് പുട്ട് സദ്യ അരച്ചാൽ സദ്യ. ഓണത്തിൻ്റെ പരിപാടിയാണ്. സദ്യ റിലേറ്റഡ് ആയിട്ടുള്ള ഷൂട്ടാണ്. റെഡിയാവും. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ. ടെൻഷൻ. സദ്യ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ തീം ഇതാണ്. ഞങ്ങൾ 4 പേര് ഇരുന്ന് സദ്യ കഴിക്കുക. ഒന്നും കൊണ്ടണ്ട. ഞങ്ങൾ ഇഷ്ടത്തിന് കഴിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അത് വീഡിയോ എടുക്കാനൊക്കെ ഫുൾ ആളുകളുണ്ട്. നോ വറീസ്, നോ ടെൻഷൻ. വലിയ നമ്മളെ ശർക്കരപ്പേരി, വറുത്തപ്പേരി എല്ലാം വരുന്നുണ്ട്. ഓ കൈപ്പങ്ങ ഉണ്ട്. കൈപ്പങ്ങ ഫ്രൈ സദ്യയിലുണ്ടോ ഗൈസ്? കൈപ്പങ്ങ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളെ പടുത്ത് പെരുന്നാക്കൊക്കെ ഇറങ്ങുമല്ലോ, മറ്റേ വെടി ഒട്ടിച്ചിട്ട് ഒരു ഉണ്ട, ആ ഷേപ്പ്, ആ തോക്കിലിരുന്ന ഷേപ്പ്. കൈപ്പങ്ങ ഞാൻ ആദ്യമായിട്ടാണ് സദ്യയിൽ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മുടെ കുറേ പ്രശസ്തമായ സെലിബ്രിറ്റീസിന് ഉണ്ടാവും. അതാണ് അൽത്താഫ് വ്ളോഗ്. പിന്നെയും കുറേ ആളുകളുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കി സദ്യ കഴിച്ചിട്ട് പോകാം. പുളിഞ്ചിയും മടങ്ങനെ മൂക്കിലടിക്കണം. നാരങ്ങ അച്ചാറും വെള്ളം വരുന്നുണ്ടെന്നാവുന്നു. എന്ത് മണാലേ. സ്മെല്ല് ഓഫ് ചെയ്യണല്ലോ. അതില് കാളൻ. എനിക്ക് പറയുമ്പോ ജലദോഷം മൂക്കടപ്പാണ്. എന്നിട്ട് അടിച്ച് കയറിയിട്ട് മൂക്കിൽ. രക്ഷയില്ലാത്ത മണം. കൂട്ടുകറിയാണ് എന്റെ ഫേവറേറ്റ്. കൂട്ടുകറി ഒക്കെ മാറി. കച്ചടി പച്ചടി അല്ലേ? കോയമ്മ അയാളുടെ വെച്ചാണ് ഇതിങ്ങനെ ഓരോ സ്പൂൺ ഇടിന്റെ ബദല് ആ പാത്രം മൊത്തമായിട്ട് ഇവിടെ വെക്കാൻ പറ്റും വെച്ചു. ഏതോ ആള്. അച്ചിങ്ങക്കായ മെഴുക്ക് വരട്ടി. ഇത് ഓലൻ അവിയൽ ആണ്. ഓലൻ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അച്ചിങ്ങക്കായ മെഴുക്ക് വരട്ടി. കൂട്ടുകറി കുറച്ച് സ്വീറ്റ് ആവണം. ഇത് സ്വീറ്റ് ഇല്ല. ശരിയാവും. അത് സാമ്പാറിന് ഗ്യാപ്പില്ല. മോരുകറി ഉണ്ടെങ്കിൽ പൊളിക്കും അല്ലേ? അപ്പൊ അത് പൊളിക്കും. ചോറിന്റെ ഒരു ചൊറുക്കൊക്കെ. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു തുടങ്ങലായിട്ടാണ്. മണങ്ങനെ അടിച്ചിട്ട് അൺസൈക്കബിൾ ആണ്. മറ്റേ നെയ്യ് വിത്ത് പരിപ്പ്. സാമ്പാറൊക്കെ എന്ത് ടേസ്റ്റ് ഇടും. മധുരമുള്ള സാമ്പാർ. എനിക്ക് ഈ സാമ്പാർ ഇഷ്ടം. മിയ അല്ല വേറെ എല്ലാം സെറ്റ് ചെയ്തോട്ടെ. അല്ല അതിന് ആള് വരണ്ടേ വീഡിയോ എടുക്കാൻ. നമുക്ക് പ്രശ്നമില്ല. മിനിറ്റുകൾ വേണ്ട, സെക്കൻഡ്സ് കൊണ്ട് ഇതിപ്പോ തീരും. നമ്മള് തൊയിലിതായി പോയി. അത് ശരി. തുടങ്ങാന് ഇത് എവിടുന്ന് എടുക്കണം, എന്ത് ഓർഡറിൽ എടുക്കണം എന്നൊന്നും അറിയട്ടോ. അക്ഷരമാലയും കൊടക്ക് എടുക്കും. മോര് അല്ലെങ്കിൽ എന്ത് അറിയാം, മറ്റേ ഇപ്പം പറഞ്ഞ മാതിരി മോരൂട്ടി കഴിക്കാനേ കുറച്ച് വേറെ ചോറ് വാങ്ങല. ചേട്ടൻ ലേശം ചോറിടും മോരൂട്ടി കഴിക്കാൻ. അതാക്ക. ഇപ്പൊ തൽക്കാലം സാമ്പാർ കൂട്ടി തിന്നാ. ഫസ്റ്റ് സദ്യയല്ല, അതിന് വേറെ പാർട്ടി വേണ്ടി കിട്ടും. എന്നാല് നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ സദ്യകാരം പ്രീമിയം എന്ന് മാത്രല്ല, ആദ്യത്തെ സദ്യയാണ്. ഓണത്തിന് മുന്നേ ആദ്യത്തെ സദ്യ അല്ലേ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട്. സാധനം എനിക്ക് അടുത്ത ചോറാണ്ടേ. പായസം ലാസ്റ്റിലേക്കാരല്ലേ വരിക. പഴം ഞാൻ അതിന് മാറ്റി വെച്ചേക്ക. കൊയമു മാസ്മരികമായ പോളിങ്ങാണ്. ഇവരെ രണ്ടാളതിലും ചോറ് ബാക്കിയാട്ടാ. അവിടെ നോക്കി കൂട്ടാൻ വരെ ഏകദേശം തീർന്ന്. ചോറൊക്കെ രണ്ടാമത്തെ തവണ ചോദിക്കാറുള്ളൊരു മാന്യതയാണ്. പക്ഷെ കൂട്ടാൻ ചോദിച്ചാൽ അത് തന്നെ വിലയിരുത്തുട്ടാ. കൊച്ചിയിൽ വരെ നാറ്റക്കേസാവും. അങ്ങനെ കോയാമൂന് മാത്രം ആദ്യമായി 2ാം തവണ റൈസ് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഷെഫ് റൈനോൾഡ് മാത്യു സ്വന്തം കൈകളാൽ സാമ്പാറും കോരി ഒഴിച്ചു കൊടുത്തു. കാരണം കോയാമൂന്റെ വിശപ്പ് അങ്ങ് തെക്കേ കേരളം മുതൽ വടക്കേ കേരളം വരെ പ്രശസ്തമാണ്. അതൊക്കെ പോയി. ആ പാവ സാധുവിന്റെ
വല്ലാത്തൊരു കഥ, പാവാണ്. അങ്ങനെ പായസം വന്നിരിക്കുകയാണ്. പാലട ഗോതമ്പ്. ഓ എല്ലാം മടക്കണ്, പൊട്ടിക്കണ്ടേ? പപ്പടം വാങ്ങിക്കണ്ട്, എക്സ്ട്രാ പപ്പടം വാങ്ങ്, നമ്മളെ തന്നെ നാക്കുള്ളൂ. ഓഹോ, ഇതാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പീസ്. പപ്പടത്തിൻ്റെ ഒരു പൊട്ടെടുക്കുക. ഓ അതോ ഇത് മറന്ന് പഴണ്ട്, അതാണ് ഇതിന്റെ ബേസിക്. പഴന്റെ തൊലിയൊക്കെ നീ പെട്ടെന്നാവട്ടാ, നോക്കിയിട്ട് കാര്യമില്ല. പഴം കിളുമ്പുക. അപ്പൊ പഴം, പപ്പടം, നമ്മളെ പാലട പ്രഥമൻ. ഇതൊരു വികാര കോമ്പിനേഷൻ ആട്ടോ, എല്ലാവർക്കും അറിയണാണ്. ഓ മജ മജ. ഗോതമ്പ് അടിപൊളി കേട്ടോ, സൂപ്പർ, മസ്ത് ട്രൈ. പുട്ടിന്റെ മെഷീൻ 1 മിനിറ്റില് ഒരു കുറ്റിയാ, ഒരു കുറ്റി പുട്ട് 1 മിനിറ്റില് 1 മിനിറ്റ് 20 സെക്കൻഡിലും ആണ് സാധനം കേട്ടോ. ഓട്ടോമാറ്റിക് പുട്ട് മെഷീൻ. കാണുന്ന ആളുകളൊക്കെ ദിലീപിനെ കാണുവാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്ന പല കാറ്റഗറിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇതിന്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റിയ അത്രേ ഉള്ളൂ. കാണാൻ പറ്റും. അങ്ങനെ നമ്മളെ ദിലീപ് ഏട്ടനെ കണ്ടിരിക്കുകയാണ്. നമ്മളെ കണ്ടു എന്നുള്ളത് ഡൗട്ടാണ്. ഷെഫ് റൈനോൾഡ് മാത്യു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ചെവിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സെൽഫി എടുക്കാൻ നമുക്ക് അവസരം കിട്ടുമോ എന്നറിയില്ല. ചെല്ലണ ശരി ശരി. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള മൂപ്പര് പറയുമ്പോൾ അറിയണത് കേട്ടോ. ആകെ ജഗ പോക, എല്ലാരും കൂടി ദിലീപിനെ പൊതിഞ്ഞു. അപ്പൊ ഇനി നമ്മള് ഹോട്ടൽ ക്രൗൺ പ്ലാസ ചെക്ക് ഇൻ ചെയ്യുന്നു. ബെഡ് കാണുന്നു, നേരെ കിടന്ന് ദിലീപ് സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഷെഫ് വിളിച്ചോണ്ട് വന്നാണ്. എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഷെഫിനായിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിന്നെ പരിചയപ്പെടാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആൾമോസ്റ്റ് ചെന്നൈത്തെ പുട്ടിന്റെ വർക്കും ബഹ്റൈനത്തൊക്കെ മൂപ്പരാണ് ഹാൻഡിൽ ചെയ്യണത്, ഷെഫ് റൈനോൾഡ് മാത്യു. അപ്പൊ അതുകൊണ്ട് ഞാൻ മൂപ്പര് വിളിച്ചതുകൊണ്ട് വന്നാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് ഇടകിയാണ്. ദിസ് ഈസ് ദ ഹോട്ടൽ ബുക്ക്ഡ് ബൈ റജി ബൈ എന്ന് ബുക്കിംഗ് ചെയ്താൽ നമുക്ക് വേണ്ടി ക്രൗൺ പ്ലാസ കേട്ടോ, കൊച്ചി. അതുണ്ടാവും, മറ്റേ ചെക്കിങ് ഉണ്ട് അല്ലേ. ചെക്കിൻ 20ാമത്തെ ഫ്ലോറോ ഏതോ ആണ്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഭയം ഓടുന്നതാ. ഇന്ന് അടിച്ചതാണ് റിസർവ് ബാങ്ക് എന്ന് തോന്നുന്നുണ്ട്. പുതിയ കെട്ടിറക്കിക്കണം. 12th ഫ്ലോറിലോ? 12th ഫ്ലോർ എന്താ പറഞ്ഞത്? 12, 17 അല്ല, രണ്ടും കൂടി ഇന്റർകണക്റ്റഡ് അല്ലേ? ഓ സീൻ. അപ്പൊ ദീ കൂടി അങ്ങനെ ആണ് ചാടാ അല്ലേ? ദീ കൂടി ചാടാ. അതാരാ ലോക്ക ഇത്? இந்த റൂം இந்த വളിയ அந்த റൂം പോക മുടിയും. തുറക്കടോ, അവിടെ ലോക്ക് ചെയ്തേക്കണ്. വിശാലമായ റൂം. ഓ സീൻ. റൂം എങ്ങനെയുണ്ട്? മാർവലസ്. ചെറിയ റൂമാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാത്റൂമിൻ്റെ വലിയൊരു പ്രത്യേകത, ഇപ്പോൾ കോയാമ് ഇവിടെ ഇരുന്ന് കുളിച്ചാണെങ്കിൽ ആ കുളിസി നമുക്ക് ഇവിടെ കിടന്നുകൊണ്ട് കാണാം. അത്രയും വിശാലമായ ഓപ്പൺ ബാത്റൂമാണ്. ഡോർ അടഞ്ഞാലല്ല, അത് അടക്കണം. ഡോർ അടഞ്ഞു വെച്ചിട്ടൊന്നും ആവില്ല. ഈ സാധനം ഇവിടെ സാധനം ഉണ്ടാവല്ലോ, ആകണ് കർട്ടൻ താത്തണം. ഇനി ഒരു വിശാലമായ റോഡ് വ്യൂ ആണല്ലോ. മാഷാഅല്ലാ. സ്വിമ്മിംഗ് പൂൾ ഈ ഭാഗത്ത് കാവൂലല്ല, വേറെ ദീകേക്കാരം. സ്വിമ്മിംഗ് പൂൾ നമുക്ക് വൈകുന്നേരം ഇറങ്ങാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉറങ്ങണം.
ടു മച്ച് ഹെക്ടിക് എടാ കോയാമ പേടിച്ചിട്ട് കുളിസീൻ കാണുമെന്ന് പേടിച്ചിട്ട് ഞാൻ താത്തിയിടൂ ചങ്ങായി. ഞാൻ ഉറങ്ങുക, വിശാലമായൊരു ഉറക്കം. റജിബായി അപ്പുറത്തെ റൂമിലാട്ടെ. ഈ സാധനം തുറക്കാൻ പറ്റണില്ല. എൻ്റെ ചാവി ഉടനെ കിട്ടുന്ന തോന്നണത്. നല്ലാണ്ട് ഇന്റർ കണക്ഷൻ കിട്ടുള്ളൂ. കമ്മിങ് ടു ദി ടീ പോയിന്റ്, പ്രീമിയം ഗ്രീൻ ടീ, ക്ലാസിക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീ. ഇതൊക്കെ തന്നെ ഇട്ട സാധാ ടീകളാണ്. എവരിഡേൻ്റെ പാൽപ്പൊടി, നെസ്കഫീൻ്റെ കാപ്പിപ്പൊടി. ഇത് മറ്റേ സ്റ്റിവിയാണ് തോന്നുന്നുണ്ട്, ഐ തിങ്ക്. ഓക്കെ ഓക്കെ. സ്വിമ്മിംഗ് പൂൾ നല്ല കൊണ്ടല്ല. ഇതാണ് സ്വിമ്മിംഗ് പൂൾ. 2 പൂളുണ്ടെന്നാ പറഞ്ഞിട്ടാ. ഇതിൽ വലിയ പൂളാണിത്. മറ്റേ കോയമ്മടെ റെഡി ആയി നിൽക്കുകയാണ്. സ്ക്രോൺ പ്ലാസ. അല്ല ആൾക്കാരുണ്ടല്ലോ, കുട്ടികൾ. കോയമ്മ ചാടാൻ പോവുകയാണ്. കമോൺ, 1 2 3. ബ്യൂട്ടിഫുള്ളാ. ഹായ്, എങ്ങനെയുണ്ട്? അവിടെ പോയി നോക്കിയ ചെറിയ പൂളാ. രണ്ടാളും കൂടി സെൽഫി ഒക്കെ എടുത്ത് കളിച്ചാണ്. ഞാൻ ഇറങ്ങട്ടെട്ടാ, ഇന്ന സമയം പോകും. അപ്പൊ ഗൈസ് ഞങ്ങൾ അതിസാഹസികമായ ചെരിച്ചു പിടിച്ചാ നേരെ പിടിച്ചോളൂ. യൂട്യൂബർക്ക് കാണേണ്ടതൊക്കെ അത് പറയിച്ചാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. രജുൽ ഭായ് അതാ ഞങ്ങള് ബ്രീത്ത് കിട്ടണില്ല. കുറെ കാലത്തിന്റെ ശേഷമാണ് നീന്തുന്നത്. മാരകമായ സ്വിമ്മിങ്ങിലൂടെയാണ് നടന്നു പോയിരിക്കുന്നത്. ഇനി രാത്രി വിശപ്പ് വരും. ആ വിശപ്പാണ് ഞങ്ങൾ മുതലാക്കും. അതിനു വേണ്ടിയാണ് ഈ നീന്തൽ. സ്പെഷ്യൽ ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പോക്ക്. യൂട്യൂബർ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് എക്കോ സൗണ്ട്. എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത് ഭയങ്കര എക്കോ. എക്കോ അടിച്ചിട്ട് ഭയങ്കര രസം കേൾക്കാൻ തന്നെ. ബ്യൂട്ടിഫുള്ളാ. അപ്പൊ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു ഖെമോമൈൽ ടീ ഉണ്ടാക്കിക്കണം ഞാൻ. ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സീനറിയാണ്. ഇവിടെ വേറെ സീനറി ഉണ്ടെങ്കിൽ ആ സീനറി കാണാം. എല്ലാവരും കുളി കഴിഞ്ഞ് പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ്. എന്താ പറയുക, കട്ട ട്രാഫിക്കിന് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലം. അതാണ് നമ്മൾ പറഞ്ഞ കഫേ, ഡച്ചിൻ്റെ സെറനോയ. ഇവിടെയും ഉണ്ട് കേട്ടോ, 2 സെക്ഷൻ. ഇവിടെയൊക്കെ ഔട്ട് സൈഡ് ഉണ്ട്, ഇൻസൈഡ് ഉണ്ട്. ഇതാണ് സെറനോയ ഡച്ച് ബേക്കറി. ഭയങ്കര പേസ്ട്രീസ്, കോഫീസ് ഒക്കെ അടിപൊളിയാണ്. ഡച്ചുകാരി നടത്തുന്നതാണ്. കൗണ്ടർ കണ്ട് നോക്കിയങ്ങൾ മിനി സ്ട്രോബെറീസ് ലോഫ്, റൂബി റാസ്ബെറി കപ്പ് കേക്ക്, എൻ്റെ മോന് ഡെസേർട്ടുകൾ, ഡച്ച് പ്ലെയിൻ ബട്ടർ കേക്ക്, ഡച്ച് ആൽമണ്ട് ബട്ടർ കേക്ക്. ഓർഡർ കഴിഞ്ഞിട്ടില്ല. ശ്യാംബായി എത്തിയിട്ടുണ്ട്, ദ സൗണ്ട് എഞ്ചിനീയർ നമ്മളെ സ്വന്തം. ഇതെന്താ അല്ല, അന്ന് കുട്ടി സ്പെഷ്യൽ കൊടുക്കുന്നുണ്ടല്ലേ. ഹോട്ട് ചോക്ലേറ്റ്, മൈ ഫേവറേറ്റ് ഹോട്ട് ചോക്ലേറ്റ്. ഇതെന്തിന് സ്ട്രോബെറി സ്ട്രോബെറി എന്തൊരു പേര്. ലക്ഷദ്വീപ് ടീം വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. എനിക്ക് സീരില്ലേ കൊണ്ടുവരാൻ പോയിക്കണ. ഇപ്പോഴും പോയിട്ടില്ല. അവർക്ക് ലക്ഷദ്വീപിനായിട്ട് ഇഷ്ടം, അവർക്ക് കേരളമാണ്. ആപ്പിൾ പൈ, സ്ട്രോബെറി. ഇടുക്കിയുടെ പ്ലേറ്റ് ഒക്കെ പൊട്ടിച്ച് ഡച്ചുകാരി ഒന്ന് തലക്കടിച്ച് കൊല്ലൂട്ടാ. പോരെ സന്തോഷില്ലായ്മ മൊത്ത്. ആപ്പിൾ പൈ ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയാ. ആപ്പിളാ ആപ്പിൾ പൈ ഓക്കെയാണ്. ക്രീം പക്ഷേ ഭയങ്കര സ്വീറ്റ് അല്ല, കസ്റ്റാർഡ് ടേസ്റ്റ്.
ഒലിച്ച് അടിപൊളി. പഴമ മാർക്കെന്നാണ് പേരറിയില്ല കേട്ടോ. ഡച്ച് പേസ്ട്രിയാണ്. കോയമ്പനാണ് ഇപ്പം നല്ല മുതലായത് ടേസ്റ്റിംഗ് സെഷനിൽ. പറയാൻ വാക്കുകളില്ല. ജസ്റ്റ് അമേസിങ് കുറച്ചേ ഉള്ളൂ, അത്രക്കില്ല. അവസാനമായിട്ട് ജെലാറ്റോയും ട്രൈ ചെയ്യാൻ പോകണം. റാസ്ബെറി മാസ്കർപോൺ ഹെസൽനട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 സ്കൂപ്പ് അതായിരുന്നു. എടുത്തോ ശമ്മലളി. നിങ്ങൾ അമേരിക്കാനാ മാത്രം ഇരുന്നോളി. സുന്നത്ത് കളുണ്ടല്ലോ, ബാക്കിയെല്ലാവരും സുന്നത്ത് നോക്കണമല്ലേ. എല്ലാവർക്കും കൂടി ഇട്ടച്ചാട്ടാ ടേബിള്. വരുമ്പോ ബാക്കി വെച്ചാണ്ടി. അങ്ങനെ വീണ്ടും ദേപുട്ടിലെത്തിയിരിക്കുകയാണ്. ദേപുട്ടേക്കൻ നേരത്തെ പുട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഷെഫ് റൈനോൾഡ് മാത്യു വീണ്ടും വിളിച്ചിരിക്കുകയാണ് പുട്ട് കഴിക്കാൻ വേണ്ടി. കമ്മിങ്. അതൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കട്ടൻ ചായ അൺലിമിറ്റഡ് കേട്ടാ. അൺലിമിറ്റഡ് കട്ടൻ ചായ വേണ്ടേ. 2 അമേരിക്കൻ അടിച്ച് വരുന്ന ആളാണ്. നല്ലതാണ് ഇത്. കറാമ്പട്ട കട്ടൻ ചായ കേട്ടാ. ഇവിടെ എപ്പോഴും ഉണ്ടാവും. അൺലിമിറ്റഡ് ആണ്. അതായത് ദേപുട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാഫാണ് കേട്ടോ. പച്ച മലയാളം പറയില്ല, ഹിന്ദിക്കാരാണ്. ഹിന്ദിയാണ്, പക്ഷേ പുള്ളി നമ്മളൊക്കെ മലയാളം സംസാരിക്കും. പുട്ട് 7 സുന്ദര രാത്രികൾ. 7 സുന്ദര രാത്രികൾ. സുന്ദരനാണ്. സുന്ദര രാത്രി സർവീസ് ചെയ്ത രീതി കണ്ടോ കേട്ടോ. അങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടത്. പുട്ട് ഓരോ പ്ലേറ്റിലേക്ക് മന്ദം റോസ്റ്റഡ് ബനാന പുട്ട്. ഇവിടുത്തെ മൂവിങ് കറന്റ് പ്രായം കൂടിയവർക്കും കഴിക്കാം, പ്രായം കുറഞ്ഞവർക്കും കഴിക്കാം. റോസ്റ്റഡ് ബനാന പുട്ട്. അതാണ് ഇവർക്ക് ഇവിടുത്തെ പപ്പടം. ഇതിൻ്റെത് 7 സുന്ദര രാത്രികൾ. പപ്പടമുണ്ട്. റോസ്റ്റഡ് ബനാന പുട്ട്. പുട്ട് തിന്ന കോഴിയോ? പുട്ട് തിന്ന കോഴി. പുട്ട് തിന്ന കോഴി ഹെവി സാധനം. പുട്ട് തിന്ന കോഴി ഫസ്റ്റ് കോയമ്പനാണ്. ഗണപതിക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള ആ ഒരു ഇത് പാലിച്ചുകൊണ്ടില്ല, കീഴ്വഴക്കം പാലിച്ചുകൊണ്ട് പുട്ട് തിന്ന കോഴി. ഇത് ദേപുട്ടിന്റെ ഒരു സ്പെഷ്യൽ ഫ്രൈ വിത്ത് മസാല. ചങ്ങൈന്റെ പണിയാ. റോസ്റ്റഡ് ബനാന പുട്ട് ഇത് ചൂട് പോകുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ റോസ്റ്റഡ് ബനാന പുട്ടെ വെച്ച് 2 വാക്ക് സംസാരിക്കും മിസ്റ്ററിലേക്ക്. 12 വർഷം തൊട്ടിട്ടില്ലെന്ന ബിൽഡിങ്ങിൽ ഇതൊക്കെ ലീക്ക് ഇവിടെ കഴിച്ചു നോക്കണേ. ബനാന വെറുതെ പഴം പുഴുങ്ങിയതല്ല, റോസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം പാനിൽ റോസ്റ്റ് ചെയ്ത ശേഷം അത് വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റീം കയറുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് ചൂടോടെ വരും. മോളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് വരും. ഇത് പാകത്തെ മധുരം കിട്ടും പഴത്തിന്റെ. ഇത് അതിൻ്റെ കോമ്പിനേഷൻ ഇതാണ്. അങ്ങനൊക്കെ ഉണ്ടല്ലേ. തരും കുറച്ച് കഴിയും. അങ്ങനെ ഉണ്ട് സാറല്ലേ. നോക്കി ഇങ്ങനെ വെള്ളമിറക്കണം. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇതും കൂടി മിക്സ് ചെയ്യണം. അതാണ് അതിന്റെ കോമ്പിനേഷൻ. മാർബിൾ പുട്ടില് ചെമ്പ വീറ്റ് സാധാ. ലൊക്കേഷൻ 11:30 മണിയായിട്ടാ. അതാണ് സ്മൂക്ക. 11:30 മണിക്ക് നമ്മൾ സ്മൂക്കയിലേക്ക് പോകണം. സ്മൂക്കൂല്ലേ അതോ സ്മൂച്ചോ? ഇത് സ്മൂക്ക. ഒരു സ്മൂക്ക ശീശ. നെക്സ്റ്റ് സ്മൂക്ക. ഇതാകെ നീലയും പച്ചയും മഞ്ഞയും ലൈറ്റാളാണല്ലോ മൊത്തം. ഇതാ ഈ ഹോളിലേക്ക് വരുമെന്നാണ് ജിബായി പറയുന്നത്. ഇല്ല, ഫെയിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ശീശന്റെ സെറ്റിംഗ് ആണ്. നമ്മളെ പുലിയാണ് ശീശന്റെ അല്ലേ. ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം കാണുന്നത്. അപ്പം സമയം 1 മണി കഴിഞ്ഞു. എല്ലാവരും പിരിയുകയാണ്. ബൈ ടാറ്റ. ഇതോടുകൂടി ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഉറക്കം വരുന്നുള്ളൂ. പോട്ടെ, ഇയാളെ പറഞ്ഞാൽ മതി. നല്ല വണ്ടിയും വലിയിട്ടൊക്കെ വരും. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.